തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. രാവിലെ ജോഗിങ്ങിനിടയില ഒരു പേഷ്യന്റിന് O- ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കോള് വന്നത്. തന്റേത് ആ ഗ്രൂപ്പാണല്ലോ ഓർത്ത് വിളിച്ചാ. അർജുൻ ഇത്തരം ചാരിറ്റി ഒക്കെ ചെയ്യാറുണ്ടോ? പിന്നെ എന്നെ പോലുള്ള കോടീശ്വരന്മാർക്ക് ചാരിറ്റി വലിയ വീക്ക്നെസ്സാ. ഈ അഭയം ചോദിച്ചു വരുന്നവരെ കൈവിടാതെ അവരെ ചേർത്ത് പിടിച്ച് സ്വന്തം ജീവൻ പോലും കൊടുക്കുന്ന ഒരു ദേവതയായിരുന്നു എന്റെ അച്ഛമ്മ. സകലമാന ആൾക്കാരോടും വഴക്കിടുന്ന ആ മൂശേട്ടെ കുറിച്ച് തന്നെയാണോ ഏട്ടൻ ഈ പറയുന്നേ? അച്ഛമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഡാഡി ഒരു ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങി. ഓരോ വർഷവും കോടികളാ ഞങ്ങളുടെ കമ്പനി ചാരിറ്റിക്ക് വേണ്ടി ചെലവാക്കുന്നത്. ബിസിനസ്സിലെ ടോട്ടൽ വരുമാനത്തിന്റെ 10% ചാരിറ്റിക്ക് വേണ്ടിയിട്ടാ ഡാഡി നീക്കി വെച്ചിരിക്കുന്നത്. കുറച്ചൊക്കെ ചാരിറ്റി ചെയ്യേണ്ടത് തന്നെ അർജുൻ. എന്നാലുവേ ഈ 10% ഒരുപാട് കൂടുതലാ. തീരെ കുറവാണെന്നാണ് എന്റെ പക്ഷം. ബിസിനസ് എന്റെ പേരിലാവുമ്പോ ഞാനൊരു 50% ചാരിറ്റിക്ക് വേണ്ടി നീക്കി വെക്കും. എന്താ, തനിക്ക് ചാരിറ്റി ചെയ്യുന്ന ഇഷ്ടമല്ല? ആ അതെ അതെ, അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്റെ ബ്ലഡ് കൊടുക്ക അർജുൻ. ഞാൻ എങ്ങോട്ടാ വരണ്ടേ? അത് താൻ റെഡിയായിട്ടേ ഒരു അരമണിക്കൂറിനുള്ളിൽ ബസ് സ്റ്റോപ്പിലേക്ക് വാ, ഞാൻ വണ്ടിയിട്ട് വരാം. ആ അർജുൻ ഏത് കാറിലാ വരുന്നേ? ആ കഴിഞ്ഞ ആഴ്ച കോച്ചിങ് സെന്ററിലെ ഫംഗ്ഷൻ വന്നപ്പോ കൊണ്ടുവന്നൊരു റെഡ് കാറില്ലേ, അതാ എനിക്ക് കൂടുതൽ ഇഷ്ടം. അതെന്നെ കിട്ടുമെന്ന് നോക്കാം. ശരി. കിട്ടാതിരിക്കാൻ എന്താ, വീട്ടിൽ നിന്ന് എടുത്താ പോരെ. നിനക്ക് ഈയിടെയായിട്ട് ഒളിഞ്ഞു കേൾക്കുന്ന സ്വഭാവം ഒരുപാട് കൂടി വരുന്നുണ്ട് മീരെ. എനിക്കത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഏട്ടന്റെ ഈ തള്ളു സ്വഭാവം എനിക്കും തീരെ ഇഷ്ടപ്പെടുന്നില്ല. വരുമാനത്തിന്റെ 10% ചാരിറ്റി ആണത്രേ. ഇനി അത് 50% ആക്കുമെന്ന്. പണിയെടുത്ത് കിട്ടുന്ന കാശിന്റെ 100% കടം തീർക്കുന്ന ഏട്ടനെ ഈ പറയുന്നേ. അതേടി, ഞാനൊരു തള്ളിഷ്ട. ഇങ്ങനെ കുറെ തള്ളുകൂടി തള്ളുന്നോണ്ടാ എനിക്ക് പണിയെടുക്കാനും നിനക്ക് അന്തസ്സായിട്ട് കോളേജിൽ പോവാനും നമുക്കൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ നിവർന്ന് നിൽക്കാനും പറ്റുന്നേ. സമ്മതിച്ചേ. അല്ല, ആരോട് ഇത്ര വാചകം അടിച്ചത്? സംസാരിച്ചത് ആരോടായാലെന്താ, കേൾക്കുന്നവർക്ക് സന്തോഷം തോന്നുന്ന വിധത്തിൽ വേണം നമ്മളെ പെരുമാറേണ്ടത്. അതിനെനിക്ക് നമ്മുടെ തുടരും സിനിമയിലെ ജോർജ് സാറിനെ പോലെ ഓരോ റിഗ്രറ്റുമില്ല. ഒരു ജോർജ് സാറ്. എന്തായിരുന്നു മോളെ ഇന്നത്തെ ഇവന്റെ പൊങ്ങച്ചം? അച്ഛമ്മയെ കുറിച്ചാണമ്മേ. അച്ഛമ്മ ഒരു ദേവതയാണെന്ന് ഏട്ടൻ ആരോട് പറയുന്നത് ഞാൻ കേട്ടു. ഓ ദേവത, അവരെ മൂദേവിയാ, മൂദേവി. എന്റെ അടുത്ത് പോരടിച്ച് മടുത്തപ്പോഴാ അവരുടെ ഇളയമോള് ശ്രീജയുടെ വീട്ടിൽ കൊണ്ടുവിട്ടത്. കുറച്ചു കാലം കഴിയുമ്പോ ശ്രീജ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവിടും. അതോടെ വീണ്ടും തുടങ്ങി എന്റെ കഷ്ടകാലം. ആ സമയത്ത് ദേവതയുടെ തനി സ്വരൂപം ചേട്ടനും കാണാം. അത് റിയാലിറ്റി. നമുക്കൊക്കെ അച്ഛമ്മയെ കുറിച്ച് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ അതാ എന്റെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്ത്. എന്നാലും ഇത് കുറച്ച് കടുത്ത സങ്കല്പങ്ങളായി പോയി. കാപ്പി ഒട്ടും നന്നായില്ല, കടുപ്പം കൂടി, മധുരം കുറവാ. കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്റെ മോൻ. അറിയാവുന്ന ജോലികളൊക്കെ ചെയ്ത് നമുക്കൊന്നും ഒരു കുറവും വരാതെ അവൻ നോക്കുന്നുണ്ട്. എല്ലാവരും അവനെ കുറിച്ച് നല്ലത് മാത്രമേ പറയും. പക്ഷെ ഈ പൊങ്ങച്ചൻ പറയുന്ന സ്വഭാവം മാത്രമേ ഉള്ളൂ സഹിക്കാൻ പറ്റാത്തത്. ആ സ്വഭാവം മാറില്ലമ്മേ. വിത്തുഗുണം 10 ഗുണമെന്നല്ലേ? അയ്യോ, അമ്മയല്ല ഉദ്ദേശിച്ചത്. ഏട്ടനീ തള്ളു സ്വഭാവം കിട്ടിയത് ഞങ്ങളുടെ അച്ഛനീന്നല്ലേ. ഓ, അങ്ങേരുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. രാവിലെ തന്നെ ഉമ്മർത്തിരുന്ന് വിരോധം തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനൊരു കത്തി ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. എന്റെ മുമ്പിൽ വന്ന് അങ്ങനെ നിൽക്കുക കടാകടിയന്മാരായ 4 മല്ലന്മാർ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇടത് മാറി വലത് ചവിട്ടി
ഘടകം തിരിഞ്ഞ് 1 2 3 4 അവന്മാരടിച്ച് താഴെയിട്ട് ഭൂമിയെ വണങ്ങിയിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ മുമ്പില് ഭീമാകാരനായി നിൽക്കുക. ആരാ ആരാ? എടാ, കേരളത്തെ കിടുകിടാ വിറപ്പിച്ച ഗുണ്ട കോട്ടപ്പള്ളി സുര. കയ്യിലാണെങ്കിൽ മലപ്പുറം കത്തി, തോളിൽ AK-47, അരയിലുള്ള ബെൽറ്റിൽ നിറയെ ബോംബ്, വേറെയും ആയുധങ്ങൾ അയാളുടെ സൂട്ട് കേസിലുണ്ടായിരുന്നു. ഒരടി ഇതാ അങ്ങനെ മുമ്പോട്ട് കയറി കളരി പരമ്പര ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് നെഞ്ചിലേക്ക് ഒരൊറ്റ ചവിട്ട. 4ന്റെ അന്ന് സഞ്ചയനം. ആരുടെ? ചേട്ടന്റെയോ? ഹ! എടാ, എന്റെ സഞ്ചയനം കഴിഞ്ഞാൽ ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുവാടാ. വല്ല ഭസ്മമായിട്ട് കായലിലോ കടലിലോ അലിയത്തില്ലേ? ആ പറഞ്ഞ ശരിയാ. കോട്ടപ്പള്ളി സുരയൻ ഞാൻ ഒതുക്കിയ കഥ ഈ നാട് മുഴുവൻ പാട്ടാ. ഈ നാട്ടിൽ ജനിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് പോലും അതറിയാം. ആ കോട്ടപ്പള്ളി സുരയെ അച്ഛൻ ഒതുക്കിയ കഥ ഈ നാട്ടിൽ പാട്ടായത് അച്ഛൻ തന്നെ പറഞ്ഞിട്ടാ. ഇതിന്റെ ശരിക്കുള്ള വേർഷൻ അറിയണമെങ്കിൽ കോട്ടപ്പള്ളി തന്നെ പോണം. അറിയാനൊന്നുമില്ല. ആ സംഭവത്തിന് ശേഷമാ ഒരു ഗുണ്ട എന്ന നിലയിൽ പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടത്. ഹ, വാക്കത്തി ശ്രീധരൻ എന്ന് കേട്ടാ എല്ലാവരും നടുങ്ങി ഇറക്കുമായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാ. വാക്കത്തി ശ്രീധരന് പകരം കത്തി ശ്രീധരനായെന്ന് മാത്രം. അച്ഛന്റെ കത്തിവയ്പേ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ പേടിയാ. അല്ല, അതും ആ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം വീട്ടിൽ പോലും വിലയില്ലാത്ത ഒരു എക്സ് ഗുണ്ടായി പോയില്ലേ ഞാൻ. വിഷമിക്കണ്ട അച്ഛാ, ഞാനും വീട്ടിൽ വിലയില്ലാത്തൊരു കോടീശ്വരനാ. അർജുൻ മോൻ കോടീശ്വരനായോ? ആ, എന്ത് ചെയ്യാം, പല ജോലികൾ ചെയ്ത് കാശുണ്ടാക്കി വന്നപ്പോ അങ്ങനെ സംഭവിച്ചു പോയി. ഓ, ഈ കോടീശ്വരന് ചാരിറ്റി ചെയ്യാനുള്ള സമയമായി. ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് അത്യാവശ്യമായിട്ട് രക്തം കാത്തിരിക്കുക. വരട്ടെ. ആ മക്കള് ചെല്ല്. ആ